കക്കയിറച്ചി അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഷെൽഫിഷിൻ്റെ റോസ്റ്റാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത്. പൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. എല്ലാവരും എടുത്ത് വെക്കുക. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ട് ജസ്റ്റ് നല്ല വാഷ് ചെയ്ത കക്ക ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന് പ്രഷർ കുക്കറിലേക്ക് ഇടുക. അതിനകത്തേക്ക് ഒരു പച്ചമുളക് കീറിയത് ഇടുക. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, ജസ്റ്റ് പോയ്സൺ മാറ്റാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് പ്രഷർ കുക്ക് ചെയ്യുക. ഒരു വിസിൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കക്ക റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നോക്കാം. സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ 2 എടുത്തിട്ടുണ്ട്. ഒരെണ്ണം വലുതും ഒരെണ്ണം ഒരു ഇടത്ത സൈസായിരുന്നു. പിന്നെ കുറച്ച് ഷാലറ്റ്സ്, കുഞ്ഞുള്ളി ഒരു 3 മതി. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ നമുക്ക് അത്യാവശ്യത്തിന് ഒരു 2 സ്പൂൺ വീതം എടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു തക്കാളി. നല്ല പഴുത്ത തക്കാളിയാണ്, നല്ല മുഴുത്ത തക്കാളി ആയിരുന്നു, അതുകൊണ്ട് ഒരെണ്ണം എടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് പെപ്പർ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കാം. ഒരു 10 എണ്ണം മതിയാവും. ഓക്കെ, ഇതൊക്കെ നേരത്തെ തന്നെ അരിഞ്ഞു വെക്കാം. നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് പ്രഷർ കുക്കറിൽ. ഒരു വിസിൽ അടിച്ചിരിക്കണം കേട്ടോ കക്ക. ഓക്കെ, ചട്ടി നന്നായി ചൂടായതിനു ശേഷം നമ്മളിത് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഫ്ലേവർ അനുസരിച്ച്. ഇപ്പം ഇവിടെ ഉള്ളത് സൺഫ്ലവർ ഓയിലാണ്. അപ്പം ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് നമ്മൾ സവാള ഇടാൻ പോവാണ്. സവാള നന്നായി വഴറ്റണം കേട്ടോ. സവാളയും ചെറിയ ഉള്ളിയും ഒരുമിച്ച് ഇടാം കേട്ടോ. നല്ല വഴറ്റണേ. ഓക്കെ, വഴറ്റലിൻ്റെ സമയത്ത് നമ്മൾ ശരിക്കും ടൈം അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ സമയത്ത് അവിടെ പ്രഷർ കുക്കറിൽ കക്ക റെഡിയാണ്. ഇപ്പം നമ്മൾ കുറച്ച് സോൾട്ട് ഇടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നല്ലോണം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് സവാള. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് ഫെന്നൽ സീഡ്സ് അല്ലെങ്കിൽ പെരുംജീരകം ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കുമ്പോൾ ഒരു വെറൈറ്റി ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു കാരമലൈസ് ആയി പോകണം നമ്മുടെ ഈ സവാള. അപ്പോൾ അത്ര നേരം നല്ലോണം ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. അത് കുറച്ച് പച്ചമുളക് നമ്മൾ ചേർത്ത് ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർക്കണം. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് വാടി വരട്ടെ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇതൊക്കെ വഴന്ന് വരുന്ന സമയത്താണ് നമ്മൾ ഈ തക്കാളി ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം. ഈ തക്കാളി പതുക്കെ ഒന്ന് വെന്തുടയണ വരെ ഇങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ കക്ക എന്ന് പറയുന്നത് ഒന്നൊന്നര സംഭവമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നമുക്കത് അച്ചാറിടാം, അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാം. അങ്ങനെ ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ പുഴ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടും. ഫ്രോസൺ ആയിട്ടുള്ളതൊന്നും മേടിച്ചാലും കുഴപ്പമില്ല, എന്നാലും ഫ്രഷ്നെസ് എന്ന് പറയുമ്പോൾ ഒന്ന് വേറെ തന്നെയാണല്ലോ. ഒക്കെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കുറച്ച് വെള്ളം അതിനകത്ത് കണ്ടന്റ് വേണം കേട്ടോ, എന്നാലേ നമുക്കത് ജ്യൂസി ആക്കി എടുക്കാൻ പറ്റുള്ളൂ റോസ്റ്റ്. ഇപ്പം സംഭവം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഓക്കെ, കക്ക എന്ന് പറയുമ്പോൾ അതിനകത്ത് നിറയെ മണ്ണുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ പുഴയുടെ അടിയിൽ നിന്ന് എടുക്കുന്ന സാധനം ആയതുകൊണ്ട്. അപ്പം ഇങ്ങനെ വാറ്റി കഴുകി പകർത്തി കഴുകിക്കൊണ്ടിരിക്കണം കേട്ടോ, എന്നിട്ട് വേണം എടുക്കാൻ. ഇനി ചേർക്കാനുള്ള മസാലാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചില്ലി പൗഡറാണ് എടുക്കുന്നത്. 1 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. എരിവനുസരിച്ച് 2 സ്പൂൺ നമ്മൾ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗരം മസാല പൊടിച്ച് വെച്ചതുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇല്ലെങ്കിൽ മീറ്റ് മസാല, ചിക്കൻ മസാല, അങ്ങനെ എന്തെങ്കിലും മസാല 1 സ്പൂൺ എടുക്കാം. അപ്പോൾ ഇത്രയാണ് മസാലാസ്. അതിനോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ട്. മഞ്ഞൾ എന്ന് പറഞ്ഞാൽ മെയിൻ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പോയ്സണൈസ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയും മസാലസ് നമ്മൾ നോക്കി കാരമലൈസ് ആയി നല്ല രീതിയിൽ കുക്കായിട്ടുള്ള ഈ ഒരു സവാള മിക്സ് അതിലേക്ക് ഈ മസാല മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് വഴറ്റണം. ആ ഒരു മസാല ആ ഒരു ഒരു സ്മെല്ലുണ്ടാവും. മല്ലിപ്പൊടിക്ക് എസ്പെഷ്യലി ഉണ്ടാവും. അത് സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടാനും ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം നല്ല ഇളക്കി കൊടുക്കാം. നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരുടെയും പ്രത്യേകതയാണ് കറിവേപ്പില ഒത്തിരി ഇടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കറിവേപ്പില ഇടുമ്പോൾ ഭയങ്കര ഫ്ലേവറാണ് ഇറങ്ങുന്നത് ഈ കറിയിലേക്ക്. സോ ജസ്റ്റ് കേരള തിങ്സ് എന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് വേപ്പില ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറക്കി കളയാം, എന്നാലും അതിനുള്ള ആ ഒരു എസൻസ് വലിച്ചെടുക്കുമല്ലോ. മസാലയൊക്കെ നല്ല രീതിയിൽ വേണ്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടിയാണ്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വെള്ളം അതിനകത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ആ കക്കയിറച്ചി വെന്ത വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. മസാല അപ്പോൾ ഒന്ന് നന്നായി കുറുകി കിട്ടും. അപ്പോൾ ഫ്ലേവർ ശരിക്കും പിടിക്കും ആ കക്കയിറച്ചിയിലൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളം കൂടി ഒഴിക്കുന്നത് കേട്ടോ. കുറച്ച് വെള്ളം വേണം, എന്നാലാണ് ഒരു
ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ജ്യൂസിനകത്ത് കിട്ടുമല്ലോ. ഓക്കെ, ഇനി ബാക്കി എല്ലാ വേവിച്ച് വെച്ച കക്കയിറച്ചിയും ബാക്കിയുള്ള വെള്ളം അതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്യുക നന്നായി. ഇനി ആ വെള്ളം ഒന്ന് വറ്റുന്ന വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് നേരം ഇച്ചിരി ലോ ഫ്ലെയിം ഇട്ടാലും വേണ്ടിയില്ല. എന്നിട്ട് നല്ല ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് വെച്ച് ഒരു തുള്ളി ഓയിൽ ഒഴിച്ചു കൊടുത്താൽ ഒന്നും കൂടി ഒരു ടെക്സ്ചർ കിട്ടും നല്ല. അപ്പോൾ അത് ആവശ്യമാണെങ്കിൽ ചെയ്യുക കേട്ടോ. ഓയിൽ അത്ര താല്പര്യമില്ലാത്ത ആൾക്കാർ അത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നന്നായി നമ്മളൊന്ന് ആ വെള്ളം വലിയണ വരെ ഒന്ന് ജസ്റ്റ് ഇളക്കാം. ഉടയ്ക്കണ്ട കേട്ടോ വല്ലാണ്ട്. നമുക്ക് ഇതൊക്കെ സെറ്റായി കഴിയുമ്പോണ്ടല്ലോ ഒരു ഒന്നൊന്നര സ്മെല്ല് വരും. പറയാൻ പറ്റില്ല, പിടിച്ചിരിക്കാൻ പറ്റില്ല, നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ വായിലൊക്കെ വെള്ളം വരും. തമാശ പറഞ്ഞല്ലേ. പൊടിക്കായ ഐറ്റംസാണ് ഇടുന്നത്. പെരിഞ്ചീരകം ഒന്ന് വെതറി കൊടുക്കുക, കുറച്ച് മതി. പിന്നെ കുറച്ച് ചതച്ച വെളുത്തുള്ളി ജസ്റ്റ് അതിൻ്റെ മുകളിൽ വെതറുക. അതോടൊപ്പം തന്നെ ഈ കുരുമുളക് പൊടി ആവശ്യത്തിന് എരിവ് വേണ്ടവർ കുറച്ചധികം വെതറിക്കോട്ടാം. അപ്പോൾ ഇതൊക്കെ വെതറുമ്പോൾ എന്താ പറയുക, ഒരു ഭയങ്കര ഫ്ലേവറാണ് കേട്ടോ. ഇതൊരു തട്ടുകട ടേസ്റ്റുള്ള സാധനം റെഡിയായി വെക്കും. ഓക്കെ, ഇത് കഴിഞ്ഞൊന്ന് ജസ്റ്റ് ഇളക്കി എടുത്താൽ കക്ക റോസ്റ്റ് റെഡിയാണ്. സംഭവം ഒന്നും പറയില്ല, സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കഴിഞ്ഞു, വലിച്ചെടുത്താൽ മതി. ജസ്റ്റ് ആ സ്മെല്ല് ഭയങ്കരമായിട്ട് എപ്പോഴേലൊക്കെ കക്കയിറച്ചി മേടിക്കുകയാണെങ്കിൽ എല്ലാവരും ഇതുമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഹായ്, ഇത് ചേച്ചി ഉണ്ടാക്കിയ പ്രത്യേക ഒരു സംഭവമാണ്. കാണുന്നുണ്ടോ കക്കയിറച്ചി? നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ. ടേസ്റ്റ് ഒക്കെ കേട്ടോ. കാണുന്നുണ്ട് സാധനം? ഇതാണ് സാധനം. നമ്മളിങ്ങനെ കുറച്ചെടുക്കുക, കുറച്ചധികം എടുക്കുക. എന്നിട്ടിങ്ങനെ പൊളി സാധനം, പൊളി പൊളി പൊളി. എന്നോട് ചട്ടി കൈ ഇടുന്നുണ്ട്. സോ നമ്മൾ ഇതെടുത്തിട്ട് കുറച്ച് ഇടാം. ഓക്കെ, ക്യാമറ എവിടെയാണോ? ചൂടുണ്ടോ? കാണുന്നുണ്ടോ? ഔ